നമ്മുടെ ബലത്തിലല്ല, പരിശുദ്ധാത്മാവിന്റെ പവറില്ല. ഈ സൈക്കിൾ ചവിട്ടി പോകുന്നവരെ കണ്ടിട്ടുണ്ടോ? 3 പേരെ വെച്ച് സൈക്കിൾ ചവിട്ടുന്ന ആൾക്കാര് ഒരു കയറ്റമൊക്കെ വലിഞ്ഞു കയറുന്ന കണ്ട ഭയങ്കര പാടാ. നമുക്ക് തന്നെ തോന്നിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടാ കയറ്റം കയറാൻ. ഇതുപോലെ ക്രിസ്ത്യ ജീവിതം നയിക്കരുത്. പണ്ട് ചേതക്കിന്റെ ഒരു സ്കൂട്ടർ ഉണ്ടായിരുന്നു, ഒറ്റ അടി അടിക്കണം നല്ല ഷട്ടാവുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ആക്ടിയ പോലെയുള്ള വണ്ടി ഇറങ്ങി. അതിന്റെ അർത്ഥം നല്ല പവർ അതിനകത്തുണ്ട്. അവൻ കാലുകൊണ്ട് അടിക്കണ്ട, ഇങ്ങനെ സ്വിച്ച് ഇട്ടാ മതി. ഒരാളെ പറഞ്ഞാല് ഇങ്ങനെ ഞെക്കിയാൽ അത് ഓണാ. വിശ്വസിക്കുന്നുണ്ടോ? ഇന്നെല്ലാം സെൽഫാ. സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ നിന്റെ അധ്വാനം വേണ്ട. ഇതിന്റെ അകത്തൊരു കൈയുള്ളവർ കൈയടിച്ചൊരാളെ പറയും. എനിക്ക് കൂടി പറയാം, നിങ്ങൾ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിസ്തീയ ജീവൻ നയിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമാണ്. അല്ലാത്തവരെല്ലാം കയറ്റം ചവിട്ടി പോകുന്ന സൈക്കിൾ പോലെയാ. എന്നാൽ ആ കാലഘട്ടം മാറി. പണ്ട് ഈ കല്ലുകൊണ്ട് അരയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കണ്ടെന്താ ടേസ്റ്റ് കൂടും. പക്ഷെ ഇപ്പോൾ സാധനത്തായിട്ട് ഓക്കെ അല്ലേ, ഇല്ലാതില്ലേ, മിക്സിയിലിട്ടിട്ട് ഒന്ന് കാണിച്ചാ മതി, അപ്പൊ തന്നെ പറഞ്ഞേ അത് ഓണാ. പണ്ടൊക്കെ കല്ലിലിട്ട് അരച്ചരച്ച് കൈ കളയും, ടേസ്റ്റ് കൂടുന്നുള്ളൂ. ഇന്ന് പകയിൽ പവർ വ്യാപരിച്ച ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് പോകാൻ പോയാ ഇന്ന് കരം ഉയർത്തി പിടിച്ച് പറയുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കണമെന്ന് കരങ്ങളെ വീശി ഒരവസരം കൂടി പരിശുദ്ധം തരികയാണ്. ഈ മീറ്റിംഗ് തീരും മുമ്പ് വീടുകൾക്കകത്തുള്ള വ്യക്തികളെ, അത് ഭർത്താവാകാം, തലമുറകളാകാം, വീടിന്റെ അകത്ത് കയറി കർത്താവ് തൊടുന്നൊരു കാഴ്ച കർത്താവിനെ കാണുകയാണ്. അതിനാദ്യം പറഞ്ഞിട്ടൊരു പ്രവചന ദൂതച്ചടകളിടുകയാ. വീടുകൾക്കകത്ത് കയറി പരിശുദ്ധ ഒരിക്കൽ കൂടി നിങ്ങളുടെ മനസ്സുണർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ വേണ്ടപ്പെട്ട ചിലരെ വിടുവിച്ച് നിങ്ങളുടെ കൂടെ നിർത്താൻ പോയാണ്. നിന്റെ സ്ട്രെയിൻ ചെയ്തുള്ള ജീവിതം തീരുകയാ. ദൈവത്തിന്റെ വ്യാപരിക്കാൻ പോയാ, ശക്തി വ്യാപരിക്കാൻ പോയാ. രണ്ട്, കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന വിളിക്കകത്തുള്ള നിയോഗമുള്ള ശുശ്രൂഷ. ചിലര് ആ ശുശ്രൂഷകളുമായി ഇന്ന് പകൽ എഴുന്നേറ്റ് വരാൻ പോയാണ്. അങ്ങനെ പോലെ കരമുയർത്തി യേശുവേ എന്ന് വിളിച്ച് ആമേൻ പറഞ്ഞ അതിന് മനസ്സ് തുറന്ന് സ്വീകരിക്കണം. ദൈവത്തിന്റെ വിളിച്ചത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാ. അങ്ങനെ ഒതുങ്ങിപ്പോയ ചിലതിനെ ഈ മണിക്കൂറുകളിൽ ദൈവാത്മാവ് പുറത്തെടുക്കുകയാണ്.